പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം നമ്മെ അനുവദിച്ചിരിക്കുമ്പോൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വീണ്ടും നമ്മുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്താം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാക്കി ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചിരിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാം, എന്റെ കർത്താവ് എനിക്ക് തുണയാണ്. എന്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. അവൻ എന്റെ കൂടാരത്തിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ ഇടങ്ങളിൽ കടന്നു പോകുന്ന ഇടങ്ങളിലും തുണയായവൻ, ആശ്വസിപ്പിക്കുന്നവനായ ആ നല്ല കർത്താവ് എന്നോടൊപ്പമുണ്ട്. ധൈര്യത്തോടെ അത് പറയുന്നുവെങ്കിൽ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യം നിറവേറ്റി തരുന്ന, ആ മഹത്വം വെളിപ്പെടുത്തി തരുന്ന ദൈവീയ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ട് വായിക്കുന്നത് പോലെ പറയാം. ആകയാൽ ഒരു ഉറപ്പോടെ പറയാം. യേശു ഒരു വെല്ലുവിളി ഒരു ഭാഗത്ത് ഉയരുമ്പോൾ അതിനെ നോക്കി പറഞ്ഞാട്ടെ, ആകയാൽ എന്റെ കർത്താവ് എനിക്ക് തുണയാ. എനിക്ക് വെല്ലുവിളിക്കുവാൻ അധികമൊന്നും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം തുണയായ ആ വലിയ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും, ഹല്ലേലൂയ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ പകൽക്കാലം ഈ ദിനം അങ്ങനെ പറഞ്ഞ് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രത്യാശയോടെ ധൈര്യത്തോടെ നമുക്കായിരിക്കാം. വലിയവനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ദൈവം തരുന്ന ആയുസ് മുഴുവനും കഴിച്ചുകൂട്ടുവാൻ നമ്മെ ഏവരെയും അവിടുന്ന് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.